വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. തിങ്കളാഴ്ച തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞ. ചടങ്ങിൽ പങ്കെടുക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയിയെ സംസ്ഥാന സർക്കാർ ക്ഷണിച്ചു. അതിനിടെ രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് എത്താൻ സാധ്യതയേറി. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശനും AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ ചർച്ചകളിലാണ് മഞ്ഞുരുകിയത്. വി.ഡി. സതീശൻ രമേശ് ചെന്നിത്തലയെ മന്ത്രിസഭയിലേക്ക് ക്ഷണിച്ചു. എന്നാൽ വകുപ്പിൽ അവ്യക്തത തുടരുകയാണ്. മന്ത്രിസ്ഥാനങ്ങൾ സംബന്ധിച്ച് UDFൽ ചർച്ചകൾ തുടരാനാണ് ധാരണ. 2 മന്ത്രിസ്ഥാനങ്ങൾ വേണമെന്ന ആവശ്യത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഉറച്ചു നിൽക്കുകയാണ്. മുസ്ലിം ലീഗിന് 5 മന്ത്രിസ്ഥാനങ്ങൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിലും വ്യക്തത വരാനുണ്ട്. ശനിയാഴ്ച അന്തിമ തീരുമാനമുണ്ടാകും. മുഴുവൻ മന്ത്രിമാരെയും ശനിയാഴ്ച പ്രഖ്യാപിക്കുമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് അറിയിച്ചു. അതിനിടെ യാത്രാസുരക്ഷയിൽ ശൈലീമാറ്റം പ്രഖ്യാപിച്ച് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. യാത്രയിൽ കൂടുതൽ സുരക്ഷ വേണ്ടെന്ന് വി.ഡി. സതീശൻ അറിയിച്ചു. പൈലറ്റും എസ്കോർട്ടും ഒഴികെ മറ്റു വാഹനങ്ങൾ വേണ്ടെന്നാണ് നിർദ്ദേശം. യാത്ര പോകുമ്പോൾ നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കരുതെന്നും റോഡ് ബ്ലോക്ക് ചെയ്യരുതെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിയുക്ത മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക് TCV.